ഹായ് ഡിയേഴ്സ്, ഇന്നിപ്പോൾ ഇവിടെ മഴയില്ലാത്തതുകൊണ്ട് ഇപ്പം മുകളിലൊന്ന് കയറി വന്നതാണ്. പക്ഷേ മഴ ഒന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്കിതാ ചെണ്ടുമല്ലി എല്ലാം മറിഞ്ഞ് കിടക്കുന്ന കണ്ടോ, എല്ലാം ഇങ്ങനെ ഒടിഞ്ഞു പോവും. ഇതാ കണ്ടോ. അപ്പം നാളെ ഇനി ശനിയാഴ്ചയാണ്. അപ്പം നമുക്ക് അമ്പലത്തിൽ കൊണ്ടു കൊടുക്കാനായിട്ട് ഇഷ്ടം പോലെ പൂക്കളെല്ലാം മറിഞ്ഞ് നിൽക്കുവാണ്. മഴയല്ലേ, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ എല്ലാ ഫ്ലവറും നല്ലവണ്ണം വിരിയുന്നതിന് മുന്നേ കുറേ ദിവസം കൂടെയൊക്കെ നിൽക്കും. പക്ഷേ പറ്റുന്നില്ല, മഴ കാരണം. കണ്ടോ, എല്ലാം അങ്ങ് മറിഞ്ഞ് ഇങ്ങനെ തൂങ്ങി കിടക്കുക. കണ്ടോ, ഓറഞ്ച് കണ്ട കിടക്കുന്നത് എല്ലാം അതുപോലെ ഇങ്ങനെ കിടക്കുവാണ്. അപ്പം നമുക്കത് എടുത്തിട്ട് പറ്റുള്ളൂ. ആ മഞ്ഞ കണ്ടോ, എല്ലാം ഇങ്ങനെ അതിൻ്റെ തണ്ടങ്ങ് ഒടിഞ്ഞ് വീണ് കിടക്കുകയാണ്. അപ്പം നമുക്ക് ഇതെല്ലാം ഒന്ന് പറിച്ചെടുത്തിട്ട് കോർത്ത് അയ്യപ്പന് നാളെ കൊണ്ട് കൊടുക്കും ഞാൻ. ഇപ്പോൾ അതാണ് പരിപാടി. വെള്ളിയാഴ്ച ആകാൻ വേണ്ടി ഞാൻ കാത്തിരിക്കും. കണ്ടോ, വെള്ളം കണ്ടോ വെള്ളം ഇങ്ങനെ. അപ്പോൾ ഇപ്പോഴേ കൊണ്ടുവന്ന് പേപ്പറിലെടുത്ത് ഇട്ടിരുന്നാൽ വൈകുന്നേരം ആകുമ്പോൾ ആ വെള്ളമെല്ലാം പേപ്പർ അങ്ങ് പിടിച്ചെടുക്കും. നല്ല വെള്ളം കവറിൽ എടുത്തിടാം. നമുക്ക് എന്തായാലും അമ്പലത്തിൽ കൊടുക്കാമല്ലോ. ആ ഒരു ഇതുണ്ടല്ലോ. താമര ഇല്ല കേട്ടോ. താമര എല്ലാത്തിൻ്റെയും ബഡ്ഡുകളൊക്കെ കരിഞ്ഞു പോകുന്നു. പിന്നെ വെള്ളത്തിൽ തന്നെ കിടന്നങ്ങതായി പോകുന്നു. അങ്ങനെയൊക്കെ ഉള്ളത്. പിന്നെ ഫ്ലവർ ഉണ്ടായിരുന്ന സമയത്ത് നമുക്ക് ടൈമായില്ല, ശനിയാഴ്ച ആയില്ല. അങ്ങനെ പിന്നെ അപ്പോൾ പിന്നെ ഇതില്ല, താമരയും ഇല്ലല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് ചെണ്ടുമല്ലി ഉണ്ടല്ലോ. അപ്പോൾ ചെണ്ടുമല്ലിയിലാണ് ഞാൻ ആശ്വാസം കണ്ടെത്തുന്നത്. ശരിക്കും എനിക്ക് ശാസ്താവിന് കൊടുക്കാൻ വേണ്ടി അത് കണ്ടെത്തുന്നത് ചെണ്ടുമല്ലിയിൽ മാത്രമാണ്. ഒന്ന് പോയി, ഒന്നിൽ നിന്ന് തന്നെ എല്ലാം എടുത്തു. അങ്ങനെ എടുക്കേണ്ടി വരുന്നുണ്ട്, അതാണ് പ്രശ്നം. ഇതിലും നിൽപ്പുണ്ട്, അതിൽ നിന്നും എല്ലാം എടുക്കുന്നില്ല. ഒത്തിരി അങ്ങ് വെള്ളം ഇതായിപ്പോയി നിൽക്കുന്നുണ്ട്. നമുക്ക് ഈ ഓറഞ്ച് കളർ എടുക്കാം. ഇതാ കണ്ട, എല്ലാം ഇങ്ങനെ വവ്വാല് തൂങ്ങി കിടക്കും പോലെ അങ്ങനെ കിടക്കും. കണ്ട, എല്ലാം അങ്ങനെയായിപ്പോയി. വെള്ളമാണെങ്കിൽ നിറയെ വെള്ളം കണ്ട, ഇതിനകത്തൊക്കെ വെള്ളം കയറി നിൽക്കും. ഇതാ കണ്ട വെള്ളം പോകുന്നത്. അങ്ങനെയാണ്, സങ്കടമാവുന്നു. വെയിലുണ്ടായിരുന്നെങ്കിൽ കുറേ ദിവസം കൂടി എനിക്ക് ഫ്ലവർ കാണാമായിരുന്നു. അമ്പലത്തിൽ കൊടുക്കുകയും ചെയ്യാം, ഫ്ലവറും കാണാമായിരുന്നു. ഇതൊക്കെ ചെറിയ ഫ്ലവറാണ്. കണ്ട, ഇത് ചെല്ലന്തിയിരിക്കുന്നു. കണ്ട, ചെറിയ ഫ്ലവറാണ്. ഇനി എന്തുമാത്രം വലുതായി വരേണ്ടതായിരുന്നു. എല്ലാം പോയി. എന്ത് ചെയ്യാം, മഴ തുടങ്ങി കേട്ടോ. ഇനി പനിയും കൂടെ പിടിച്ചാൽ പിന്നെ തീർന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ്. ഇനി ഇതെല്ലാം പറിച്ചെടുക്കണം. എടുത്ത് കെട്ടിക്കഴിഞ്ഞതിന് ശേഷം എല്ലാം കാണിക്കാം. മഴ തുടങ്ങിയപ്പോൾ ഇനി താഴെ പോവാം. ഞാൻ മഴയില്ലാത്തത് കൊണ്ടാണെങ്കിൽ കയറി വന്നത്, പക്ഷേ വീണ്ടും മഴയായി. നല്ല വെള്ളം കേട്ടോ, ഉണ്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ന്യൂസ് പേപ്പറിൽ കൂടെ ഇടുമ്പം കറക്റ്റ് വെള്ളം പിടിച്ചെടുത്തേക്ക്, കുഴപ്പമില്ല. ഞാൻ കഴിഞ്ഞ ആഴ്ച ഇതുപോലെയായിരുന്നു. രാവിലെ പറിച്ചിട്ട് വൈകുന്നേരമാണ് കെട്ടിയെടുത്തത്. കണ്ടോ, ഇവിടെ ഒടിഞ്ഞ് താമരപ്പോട്ടിനകത്ത് കിടക്കുന്ന കണ്ടോ. പൂ ഇങ്ങെടുക്കാം. കണ്ടോ, ഒടിഞ്ഞു പോവും പെട്ടെന്ന്. ഇത് ഒടിഞ്ഞു പോകുന്ന ടൈപ്പാണ്. എന്തെങ്കിലും ഇത് വന്നാൽ മതി പെട്ടെന്ന്. ഒരല്പ വെള്ളത്തിൻ്റെയോ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് തട്ടുകയോ ഒക്കെ ചെയ്താൽ മതി, പെട്ടെന്ന് അങ്ങ് ഇതാവും. ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ പറിക്കാനായിട്ട്. മഴ ഒന്ന് തോർന്ന് നിന്നാലേ നമുക്ക് പറ്റുള്ളല്ലോ. ഉണ്ടോ, എല്ലാത്തിലും നിൽക്കുവാണ്. ഇതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ കയറാനും പറ്റത്തില്ല. ഇപ്പോൾ തെന്നി താമരപ്പോട്ടിനകത്ത് തന്നെ ഞാൻ വീഴും മിക്കവാറും. അങ്ങനെയാണ്. ഒത്തിരി ഉണ്ട് കേട്ടോ ഫ്ലവർ. ഇനി ആ വശത്ത് അപ്പുറത്തെ വശത്തുണ്ട് ഒത്തിരി. എല്ലാത്തിലും ഒടിഞ്ഞ് കിടക്കുക. എന്താ, സ്പേസ് ഇല്ലാത്തത് കൊണ്ടാണ് ഒരു പ്രശ്നം വരുന്നത്. എല്ലാം നല്ലവണ്ണം വയ്ക്കാൻ പറ്റുന്നില്ല എനിക്ക്. ഇതിലും ഉണ്ട്. താമരപ്പോട്ടിൽ കൂടെയൊക്കെ കിടക്കുന്നു. മഴ പെയ്യുന്ന കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഗാർഡൻ്റെ വിശേഷം, എൻ്റെ ചെണ്ടുമല്ലിയുടെ വിശേഷം. അപ്പോൾ ഇത് ബാക്കിയും കൂടെ പറിച്ച് എടുക്കണം എനിക്ക്. എടുത്തിട്ട് കാണിക്കാം. അപ്പം നമുക്ക് ചെണ്ടുമല്ലി ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇനിയുണ്ട് പറിക്കാനായിട്ട്. പിന്നെ ഇങ്ങനെ ഒടിഞ്ഞ് വീണത് മാത്രമേ ഞാൻ
കട്ട് ചെയ്തൊക്കെ എടുത്തിട്ടുള്ളൂ. ഇനി ഇത് ഇത്രയും മാലയാക്കണം. അപ്പോൾ ഇത്രയും തന്നെയാണ് മാലയാക്കിയിട്ടുള്ള വീഡിയോ. പിന്നീട് ഇതിപ്പോൾ ഇടാം. ഇത്രയും തന്നെയാണ് നാളെ ശാസ്താവിന് കൊണ്ടുകൊടുക്കുക. 4 എണ്ണം ചെയ്യണം. ഇത്രയും എണ്ണത്തിൽ ഞാൻ ഒടിഞ്ഞത് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.